മക്കളെ, അപ്പൊ നമ്മുടെ PYQ സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്? എ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 1 to 10. അതായത് ഒരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് മക്കളെ? പേപ്പർ സ്ലിപ്സ് ഉണ്ട്, കടലാസ് കഷ്ണങ്ങളുണ്ട്. ഏത് വരെ എഴുതിയത്? 1 മുതൽ 10 വരെ എഴുതിയ 10 കടലാസ് കഷ്ണങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം 1 മുതൽ 10 വരെ എത്ര ഒറ്റ സംഖ്യ എത്ര ഇരട്ട സംഖ്യ ഉണ്ടാവും? നമുക്കറിയാം 5 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും, 5 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഫസ്റ്റ് പെട്ടി അങ്ങനെ വരച്ചു വെച്ചു. അടുത്ത നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 11 to 30. അതായത് വേറൊരു പെട്ടിയിൽ എന്തുണ്ട്? രണ്ടാമത്തെ പെട്ടിയിൽ 11 മുതൽ 30 വരെ എഴുതിയ 20 കടലാസ് കഷ്ണങ്ങൾ ഉണ്ട്. അതിൽ നമുക്കറിയാം 10 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും, 10 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. ഞാൻ എത്ര കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ എഴുതി വെച്ചു. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? ഇഫ് യു ടേക്ക് എ സ്ലിപ്പ് ഫ്രം ഫസ്റ്റ് ബോക്സ്, നമ്മൾ ഫസ്റ്റത്തെ ബോക്സിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ? അതായത് ഈ പെട്ടിന്ന് ഒരു സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് ചോദിച്ചാൽ. അപ്പൊ നമുക്കറിയാം 1 മുതൽ 10 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 5 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 5 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര നമ്പേഴ്സ് ആണ് ഈ പെട്ടിയിൽ? ടോട്ടൽ എത്ര പേപ്പർ സ്ലിപ്സ് ആണ്? 10 എണ്ണം അല്ലേ? അപ്പൊ 5/10 വരും. ഈസിക്കൽ ടു 5 കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് 1/2 എന്ന് കിട്ടും. ഈവൻ നമ്പർ, അതായത് ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചു നമ്മളോട്? ഇഫ് യു ടേക്ക് എ സ്ലിപ്പ് ഫ്രം സെക്കൻഡ് ബോക്സ്, അതായത് രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ? അതായത് ഓഡ് നമ്പർ ഒറ്റ സംഖ്യ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര, സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ. അപ്പൊ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ ഈസിക്കൽ ടു, ഇതിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് മക്കളെ? 11 മുതൽ 30 വരെ 10 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര എണ്ണാണ്? ടോട്ടൽ 20 സ്ലിപ്സ് ഉണ്ട്. അപ്പൊ എന്ത് വരും? 20 ഈസിക്കൽ ടു 0 കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും മക്കളെ? 1/2 എന്ന് കിട്ടും. ഇനി എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആൾ പേപ്പർ സ്ലിപ്സ് ഫ്രം ബോത്ത് ബോക്സസ് ആർ പുട്ട് ഇൻ ടു അനദർ ബോക്സ്. അതായത് ഇതിത്തെ രണ്ടിത്തെയും പാട് നമ്മൾ വേറൊരു പെട്ടിക്ക് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ? അങ്ങനെയാണെങ്കിൽ അതിനൊരു ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര ചോദിച്ചാൽ എങ്ങനെ മക്കളെ കണ്ടുപിടിക്കുക? ഇതിത്തെ രണ്ടിത്തെയും പാടും പേപ്പർ സ്ലിപ്സ്, അതായത് 1 മുതൽ 10 വരെയും 11 മുതൽ 30 വരെയും പറഞ്ഞാൽ രണ്ടിത്തെയും പാട് ഒന്നിക്ക് ഇടുകയാണെങ്കിൽ ടോട്ടൽ എത്ര ഉണ്ടാവും? മൂന്നാമത്തെ പെട്ടിയിൽ 1 മുതൽ 30 വരെ 30 പേപ്പർ സ്ലിപ്സ് ഉണ്ടാവും. ഇതിത്തെ 10 ഇതിത്തെ 20 കൂടി ടോട്ടൽ എത്ര ഉണ്ടാവും? 30 ഉണ്ടാവും. ഇനി അതൊന്നും ഒറ്റ സംഖ്യ ഇട്ടാലേ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റത്തിൽ 5 ഓഡ് നമ്പേഴ്സും സെക്കൻഡത്തിൽ 10 ഓഡ് നമ്പേഴ്സും ഉണ്ട്. 5 + 10 പറഞ്ഞാൽ 15 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് 15 ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടും. ഇതിന് നമുക്ക് ചെറുതായിക്കൂടെ? 15 കൊണ്ട് ചെറുതാക്കുകയാണെങ്കിൽ 15 15 ഒരു വട്ടം, 30 15 2 വട്ടം. നമുക്ക് എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പൊ മക്കളെ, എന്താ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇൻ ദ ഫിഗർ O is the center of the circle. O എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രമാണ് തന്നിട്ടുണ്ട്. എന്താ വേറെ തന്നെ? ആംഗിൾ A is equal to 70 ഡിഗ്രി, കോൺ A 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ BOC? ആംഗിൾ BOC എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ആംഗിൾ BOC പറഞ്ഞ കേന്ദ്ര കോണല്ലേ, സെൻട്രൽ ആംഗിൾ അല്ലേ. അപ്പൊ 70 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയല്ലേ ഇവിടെ വരും. അപ്പൊ 70ന്റെ ഇരട്ടി പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 140 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ആംഗിൾ B is equal to 70 × 2 പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 140 ഡിഗ്രി ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ബി ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ മക്കളെ. ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതായത് വൃത്തങ്ങളും കോണുകളും പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകരുത്. അത്രയും ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ പറഞ്ഞാലും പോരാ, നമുക്ക് എന്തായാലും എക്സാമിന് ഇത് ചോദിക്കും. അപ്പൊ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ വേറെ എന്ത് ഒഴിവാക്കിയാലും നിങ്ങൾ ഇത് കാണാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. അപ്പൊ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ നോക്കിയാലോ. നമ്മളോട് പറഞ്ഞത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് 2 ആംഗിൾസ് 70 ഡിഗ്രി 55 ഡിഗ്രി. അതായത് എന്താണ്? പരിവൃത്ത ആരം 3 സെന്റിമീറ്ററും 2 കോണുകൾ 70 ഡിഗ്രി 55 ഡിഗ്രി ആയ ത്രികോണം വരക്കുക എന്നാ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ നിങ്ങൾക്ക് സർക്കം റേഡിയസ്, പരിവൃത്ത ആരം എന്ന് അറിയണം. അതായത് ഒരു സർക്കിളിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ വരക്കുന്നതിനെ നമ്മൾ സർക്കം സർക്കിൾ എന്ന് വിളിക്കുക. അതായത് ട്രയാങ്കിളിന്റെ 3 വേർട്ടീസസും ഓൺ ദ സർക്കിൾ ആയിട്ട് വരുന്ന സർക്കിളിനെ നമ്മൾ സർക്കം സർക്കിൾ എന്ന് വിളിക്കുക. അതിന്റെ റേഡിയസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സർക്കം റേഡിയസ് അല്ലെങ്കിൽ പരിവൃത്ത ആരം എന്ന് വിളിക്കുക. അതായത് ഒരു സർക്കിളിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് വരക്കണം? ട്രയാങ്കിൾ വരക്കണം. അതായത് വൃത്തത്തിന്റെ ഉള്ളിൽ നമ്മൾ ത്രികോണം വരക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മളോട് ആദ്യം പറഞ്ഞത് 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കണം. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് അറിയാം കോമ്പസിൽ നിങ്ങൾ 3 സെന്റിമീറ്റർ എടുത്ത ശേഷം ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. കോമ്പസിൽ കറക്റ്റ് 3 സെന്റിമീറ്റർ എടുത്ത ശേഷം എന്ത് വരയ്ക്കുക? ഒരു വൃത്തം വരയ്ക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് എത്രയാണോ റേഡിയസ് അല്ലെങ്കിൽ ആരം തന്നത് അത് വെച്ചൊരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ മക്കളെ? ഇനി എന്താ നമ്മളോട് രണ്ടാമത് ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് 2 ആംഗിൾസ് തന്നിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 ആംഗിൾസും തന്നിട്ടുണ്ടാവും. 2 കോണുകളും തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 കോണ് തന്നിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ആ തന്ന ആംഗിൾസ്, അതായത് 2 ആംഗിൾസ് ആണെങ്കിൽ അതിന്റെ ഡബിൾ എടുക്കുക, അതിന്റെ ഇരട്ടി എടുക്കുക. 3 ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ
മൂന്നിന്റെയും ഡബിൾ എടുക്കുക. ഓക്കെ, നമുക്ക് തന്ന ആംഗിൾസ് ഇവിടെ 70 55 ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം 70ന്റെ ഇരട്ടി അറിഞ്ഞ എത്ര മക്കളെ 140 ഡിഗ്രിയാണ്. 55ന്റെ ഇരട്ടി അറിഞ്ഞ എത്രയാണ് 110 ഡിഗ്രിയാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് തന്നിട്ട് ആംഗിൾസിന്റെ എന്ത് എടുക്കണം മക്കളെ, ഇരട്ടി എടുക്കണം. അപ്പൊ നമുക്ക് രണ്ടിന്റെ ഡബിൾ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തന്ന ആംഗിൾസ് ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ 140 110, ഇത് ഈ സർക്കിളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾക്ക് തന്ന ആംഗിൾസ് അല്ല എടുക്കേണ്ടത്, തന്നത് 70 55 ആണ്, അതാണ് മാർക്ക് ചെയ്യേണ്ടത്. അല്ല, അതല്ല നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് തന്നതിന്റെ ഇരട്ടി നമ്മൾ എടുത്തിട്ടുണ്ടാവൂലേ, ആ ഇരട്ടി കിട്ടിയ ആംഗിൾസ്, അതായത് 140 110 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം, ഈ സർക്കിളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പൊ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് 140 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ പ്രൊട്ടാക്ടർ എടുത്ത ശേഷം നമ്മൾ ഇത് കറക്റ്റ് ഇതിന്റെ സെന്ററിൽ വെക്കുക. സർക്കിളിന്റെ സെന്ററിൽ വെച്ച ശേഷം 140 ഡിഗ്രി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ മേലത്തെ ആയിട്ട് നമ്മൾ എടുക്കേണ്ട, മേലെന്ന് 140 പറഞ്ഞാൽ ഇവിടെ വരും. അപ്പൊ ഞാൻ 140 ഡിഗ്രി മാർക്ക് ചെയ്തില്ലേ, ഇനി അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം 140 ഡിഗ്രി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ എത്ര ജോയിൻ ചെയ്ത് കൊടുത്തു, ഫസ്റ്റ് ആംഗിൾ 140 ഡിഗ്രി എടുത്തു, അത് ജോയിൻ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ അവിടെ ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് എത്ര എടുത്ത മക്കളെ 140 ഡിഗ്രി ആയില്ലേ, അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും ചെയ്തു. ഇനി നമുക്ക് 140 മാത്രമേ എടുക്കേണ്ട, അല്ല അടുത്തത് ഏത് ആംഗിൾ തന്നിക്കണേ, നമുക്ക് 110 തന്നിട്ടുണ്ട്, അപ്പൊ അതും മാർക്ക് ചെയ്യണം. അപ്പൊ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടുന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതിന്റെ സെന്ററിൽ വെച്ച് നമുക്ക് 110 മാർക്ക് ചെയ്യാൻ കഴിയൂല. നമ്മൾ ചെയ്ത തെറ്റും മാർക്ക് ചെയ്യാൻ കഴിയൂല എന്നല്ല തെറ്റും. നമ്മൾ നീ ചെയ്യേണ്ടത്, നമ്മൾ പുതിയൊരു റേഡിയസ് വരച്ചില്ലേ, ഈ 140 ഡിഗ്രി വരച്ച ലൈന് വരച്ചില്ലേ, ഈ ലൈനിമ വെച്ചിട്ടാണ് നമ്മൾ 110 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത്. അതായത് മക്കളെ ശ്രദ്ധിച്ചോ, ഇത് വെക്കുമ്പോൾ ഈ പുതിയ ലൈനില്ലേ, പുതിയ ലൈനിന്റെ സെന്ററിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പൊ പ്രൊട്ടാക്ടർ വെക്കുമ്പോൾ എവിടെ വെക്കണം മക്കളെ, പുതിയ ലൈനിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇനി നമുക്ക് എത്ര 110 അല്ലേ, അപ്പൊ 110 പറഞ്ഞാൽ ഇവിടെ വരും. അപ്പൊ ആ ലൈനും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് 110 പറഞ്ഞ ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ 110 ജോയിൻ ചെയ്തില്ല, ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്ര നമുക്ക് തന്നിക്കണേ 110 അല്ലേ നമ്മൾ എടുത്തത്, 110 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതുവരെ ചെയ്തത് ഓക്കെ അല്ലേ. ആദ്യം നമ്മൾ 140 ഡിഗ്രി പ്രൊട്ടാക്ടർ എടുത്ത് മാർക്ക് ചെയ്തു, എന്നിട്ട് ആ ലൈൻ ഒന്ന് വരച്ചു. അതിനുശേഷം എന്താ ചെയ്തത്, ആ ലൈനുമ്മ വെച്ചിട്ട് അടുത്ത ആംഗിൾ എന്തെങ്കിലും നമുക്ക് തന്നീനെ 110 അല്ലേ, ആ 110 നമ്മൾ മാർക്ക് ചെയ്തു, എന്നിട്ട് ആ ലൈനും ജോയിൻ ചെയ്തു. ഇനി നമ്മളോട് ട്രയാംഗിൾ വരക്കാനല്ലേ, അതായത് ത്രികോണം വരക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ ഈ 3 ലൈൻസ് ഉണ്ടോ, ഈ 3 ലൈൻസ് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക, അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക, ലാസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ, നമ്മുടെ ത്രികോണം കിട്ടി. 3 സെന്റിമീറ്റർ സർക്കിൾ റേഡിയസിലെ ത്രികോണം കിട്ടി. പക്ഷെ ഇതോട് തീർന്നില്ല, ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. നമുക്ക് ഈ 2 ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് 70 ഡിഗ്രി 55 ഡിഗ്രി പറഞ്ഞ 2 ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കറിയാം ഇവിടെ 140 നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ആംഗിൾ എത്രയാണ് മക്കളെ, 140 നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കണം. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ ഇത് 140 ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എത്ര വരും മക്കളെ, 70 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഈ 70 ഡിഗ്രി മാർക്ക് ചെയ്തു. അടുത്ത നമുക്ക് ഏതാ മാർക്ക് ചെയ്യേണ്ടത്, 55 മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ 110 പറഞ്ഞ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിന്. ഇതല്ലേ 110ന്റെ ഈ സെൻട്രൽ ആംഗിൾ വരുന്നത്, ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആൾക്കാർ എങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ എത്രയും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക, നമ്മൾ 55 ഡിഗ്രിയും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇത്രയുള്ള നമ്മളെ ഫിഗർ മക്കളെ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഈസി ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും പഠിക്കണം. അത്രയും സിമ്പിൾ ആണ്, ആർക്കും ഈസി ആയി ആൻസർ ചെയ്യാൻ കഴിയും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ നോക്കി കറക്റ്റ് വരച്ച് പഠിക്കണം.